ഇയാളൊരു റേപ്പിസ്റ്റ് അല്ലേ? ഇയാളെ റേപ്പ് ചെയ്ത കഥകളൊക്കെ നമ്മളോട് പറഞ്ഞിട്ട് നമുക്ക് എന്താ ഗുണം? ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റും? അതിപ്പോ പോയാലല്ലേ മാറ്റർ അറിയാൻ പറ്റുള്ളൂ ജോൺ. ഇതൊക്കെ എന്തറിയാൻ? ആദ്യമായിട്ടാണ് ഒരാൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. ശരിക്കും ഇത് വേണോടോ? ആ പോക്സോ കേസ് ഓർമ്മയുണ്ടല്ലോ? 6 മാസമാണ് നമ്മുടെ സമയം കളഞ്ഞത് ഒരാവശ്യമില്ലാത്ത കാര്യത്തിന്. ഈ തെരുവിളിയും ഭീഷണിയൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ എത്ര എപ്പിസോഡ്സ് ചെയ്തു? ആളുകൾ കാണും. അത് ഈ ക്രൈം ഓറിയൻറ്റഡ് പരിപാടികൾ കാണാൻ അവർക്കൊരു പ്രത്യേക കൗതുകമാണ്. അവർക്കൊരു ഹയ്യ. അല്ലാതെ പോലീസും കോടതിയൊക്കെ ഈ ക്രിമിനൽസിൻ്റെ എത്ര എണ്ണത്തിന് പുറകെ പോയി? അറ്റ്ലീസ്റ്റ് ആ പൗരസമിതിക്കാരെങ്കിലും അവിടെ വല്ലതും കണ്ടോ? ഇതൊന്നും അല്ല കാര്യം. നീ ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് പറഞ്ഞാലും നിനക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. നീ എന്ത് പറഞ്ഞാലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും. സംശയമുണ്ടോ? ഇന്നലെ കിടന്നെപ്പോഴാന്ന് ഓർമ്മയുണ്ടോ? അത് പുതുമയുള്ള കാര്യമൊന്നുമല്ലല്ലോ. പക്ഷെ നാളെ ഒരു 7 മണിക്കെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണം. അതെ, ഞാൻ ഇന്നലെ പറഞ്ഞ പുതിയ പ്രപ്പോസലിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അതും പുതുമയുള്ള കാര്യമൊന്നുമല്ലല്ലോ. ബ്രേക്ക് ഒക്കെ ആവും. പക്ഷേ ഈ സെലിബ്രിറ്റി PR വർക്കൊന്നും നമുക്ക് സെറ്റ് ആവില്ല ജോൺ. CLF ഗ്രൂപ്പിന്റെ PR വർക്കിന്റെ ഓഫർ വന്നപ്പോൾ നമുക്ക് ഒരുമിച്ച് എവിടെയെങ്കിലും കിട്ടിയാൽ പോകാന്ന് പറഞ്ഞത് മറന്നോ? വഹി സാർ ഇപ്പോൾ കൊണ്ടുവന്ന പ്രപ്പോസൽ നമുക്ക് 2 പേർക്കും ഗുണമുള്ള കാര്യം. ആലോചിക്കാം. അദ്വാനി ടീമിന്റെ മീഡിയ മാനേജ്മെന്റ് ഗ്രൂപ്പ് നീ വിചാരിക്കുന്നതല്ല. ഈ സർക്കാരുള്ള കാലം ഫോട്ടോഗ്രാഫ് മുകളിലോട്ടിനെ ആയിരിക്കും മഹേഷ് സാറ് പറയുന്നത്. അപ്പോ സർക്കാർ വീണ നമ്മുടെ ജോലി പോകുന്നാണോ? സർക്കാർ വീണാ പിന്നെ പ്രതിപക്ഷ ആരോപണങ്ങൾ വിഴുങ്ങില്ലേ? അധികാരം കിട്ടാൻ വേണ്ടിയല്ലേ ആരോപണങ്ങൾ? അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന്മാർക്ക് ഈ കോർപ്പറേറ്റുകളെ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? ഓക്കെ, സമ്മതിച്ചു. പിന്നെന്താ ജോണെ, എനിക്കിതിനോട് അങ്ങനെ കട്ട എതിർപ്പൊന്നുമില്ല. സത്യം പറഞ്ഞോ, അവിടെ ചെയ്യുന്നത് മാധ്യമ പ്രവർത്തനമൊക്കെ തന്നെയാ. അത് തന്നെയല്ലേ ഞാനും പറയുന്നേ. എൻ്റെ പേര് നമുക്കൊരു ചേഞ്ച് വേണ്ടേ? ഇതിപ്പോൾ എത്ര കാലമായി പ്രതികൾ ഏരകൾ കണ്ണീര് പിടിച്ചിലും അടുത്തു. അറ്റ്മോസ്ഫിയർ മാറുമ്പോൾ തന്നെ ഒരു റിലീഫാണ്. ഇവരൊരു മേജർ ഇൻവെസ്റ്റ്മെൻറ്റാണ് കേരളത്തിലോട്ട് പമ്പ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ ആഡ്സ്, റീൽസ്, പിന്നെ ബിസിനസ് ഡെവലപ്മെൻറ്റ്, അതിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് നീ ചെയ്തോ. റെസ്റ്റ് ഐ ടേക്ക് കെയർ. സേവനമൊന്നുമല്ലല്ലോ. ഇപ്പം കിട്ടുന്ന സാലറി പാക്കേജിനേക്കാളും ഫാർ ബെറ്ററും. പിന്നെ 50 വയസ്സ് വരെ ക്യാമറ തൂക്കി പിടിച്ച് നടക്കാനുള്ള പ്ലാനൊന്നും എനിക്കില്ല മേരി. ഐ എം വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. നീ ആലോചിച്ച് പറഞ്ഞാൽ മതി. എടോ, ഇപ്പോൾ വന്നേക്കുന്ന ഈ ഓഫർ ഉണ്ടല്ലോ, നമ്മൾ റിക്വസ്റ്റ് ചെയ്താൽ പുള്ളി ഒരു ജൂലൈ മിഡ് വരെ ആക്കി തരും. അതിന് ഇനിയും സമയമുണ്ടല്ലോ. സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ട്രിപ്പ്. ഇല്ല, ആ രാമൂരം കേസ് ഒരു തേങ്ങയില്ല എന്റെ പൊന്നു ഒറ്റ. പ്ലീസ് 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 ശരി ശരി, നീ നേരമൊക്കെ വണ്ടി ഓടിച്ചേ. വണ്ടി നേരെ തന്നെ എന്നാ പോവാ. പോവാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് പോയാൽ മതി. അതെന്താ? എനിക്ക് സോളോ ട്രിപ്പ് പാടില്ല. അങ്ങനെ ഇപ്പൊ നീ സോളോ ട്രിപ്പ് ഉണ്ടാക്കണ്ട. അങ്ങനെ പിണങ്ങാതെ. ഞാൻ പ്ലാൻ ചെയ്ത ട്രിപ്പല്ലേ, നമ്മൾ പോയിരിക്കും. ഓക്കെ ജോണേ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നമ്മൾ സ്ഥലങ്ങളെല്ലാം കണ്ട് ഒരു വൈകുന്നേരം ആവുമ്പോഴേക്കും ഹിമാലയത്തിലെത്തുന്നു. അവിടെ ഒരു ടെന്റ് ഒക്കെ അടിച്ചങ്ങ് കൂടുന്നു. ഒന്ന് ആലോചിച്ചു. പിറ്റേ ദിവസം രാവിലെ നല്ല മഞ്ഞ് പെയ്ത് കിടക്കുന്ന ഹിമാലയം. ആഹാ, അടിപൊളി. അവിടെ രാത്രി മഞ്ഞ. ചുമ്മാ ഫ്ലോ കളയല്ലേ. നമ്മുടെ വണ്ടിക്ക് തന്നെ പോവല്ലേ ഹിമാലയത്തിലോട്ട്? ആ, അതിനെന്നാ, വണ്ടി ഒന്ന് ഓൾ ഇന്ത്യ അടിക്കട്ടെ. ശരി, അടിക്കട്ടെ. ഈ ആമോസ് അവിടെ ഒറ്റയ്ക്കാണോ താമസം? ഒരൈഡിയ ഇല്ല, പോയി നോക്കേണ്ടി വരും. ഞാൻ ഒരിക്കൽ കൂടെ ചോദിക്കട്ടെ, തനിക്ക് ഇന്റർവ്യൂ എടുക്കണമെന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജോൺ, ഇത് ലാസ്റ്റ് വൺ. ഇത് വർക്കൗട്ട് ആവാൻ തോന്നുന്നുണ്ടോ മേരിക്ക്? കൊലപാതകമാണെങ്കിൽ ശരിയെ കൺഫസ് ചെയ്യുന്നതുകൊണ്ട് കാര്യമൊക്കെ ഉണ്ട്. ഈ കഥനകഥകൾക്ക് മാർക്കറ്റ് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് നമ്മൾ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യുന്നൊരു തോന്നൽ. അതുകൊണ്ടാണ് വീണ്ടും ചോദിച്ചത്. ലെറ്റ്സ് ഡു ഇറ്റ്. താങ്ക് യു.
അതെ, ക്യാമറമാൻ പോയി ലൊക്കേഷൻ നോക്കിയിട്ട് വാ. ക്യാമറാമാൻ അല്ല, വീഡിയോ ജേർണലിസ്റ്റ്. അതിന് താൻ എപ്പോഴാ ജേർണലിസ്റ്റ് ആയേ? ഇല്ലല്ലേ? ഇല്ല. പോയിന്റ് പോയിന്റ്. ശരിയല്ലേ? ആ ശരി ശരി. തുടങ്ങിയാലോ? ക്യാമറ പിന്നെ തലയിൽ വെച്ച് ഷൂട്ട് ചെയ്യും. താങ്ക് യു. മേരി ഫിലിപ്പ്. ആമോസ് അലക്സാണ്ടർ. ഞാൻ റെഡിയാണേ. ആ നിങ്ങളൊന്ന് മാറുന്നേ. ഞാനെന്തിനാ മാറുന്നേ? മോക്കങ്ങ് മാറി നിൽക്കാൻ മേലെ. പ്രതികളുടെ ലോകത്തിലേക്ക് സ്വാഗതം. നാടിനും നാട്ടുകാർക്കും നിയമപാലകർക്കും ഒരുപോലെ തലവേദന സൃഷ്ടിച്ച ഒരു കുറ്റവാളിയെക്കുറിച്ചാണ് ഇന്ന് പ്രതികളുടെ ലോകത്തിൽ. ആമോസ് അലക്സാണ്ടർ. തന്റെ 20-ാം വയസ്സിൽ മുൻ കാമുകിയെ മൃഗീയമായി പീഡിപ്പിച്ച് മൃതപ്രായയാക്കിയത് ആദ്യ കേസ്. പിന്നീട് അങ്ങോട്ട് 7ഓളം ലൈംഗിക പീഡന കേസുകൾ. പലതവണ ജയിൽ ചാടി. കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലുമായി മോഷണം, ആൾമാറാട്ടം, സാമ്പത്തിക തട്ടിപ്പുകൾ ഉൾപ്പെടെ നിരവധി കേസുകൾ. ഇതിനിടെ പല കേസുകളിലായി ഏതാണ്ട് 27 വർഷത്തോളം വരുന്ന ജയിൽവാസം. എന്നാൽ ഇവിടെ ആമോസിന്റെ പുറം ലോകം അറിയാത്ത ചില കുറ്റകൃത്യങ്ങൾ കൂടി ഇന്ന് നമ്മൾ പ്രതികളുടെ ലോകത്തിലൂടെ പുറത്തു കൊണ്ടുവരികയാണ്. നിങ്ങൾ വരുമെന്ന് എനിക്കറിയായിരുന്നു. എന്നെപ്പോലെ ഒരാളെ കേട്ടിട്ട് നിങ്ങളുടെ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലേലും നിങ്ങൾക്ക് നല്ല നേട്ടമൊക്കെ ഉണ്ടാവും, അല്ലേ? ഇനിയിപ്പോ ഞങ്ങൾക്ക് ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിലും ഈ ഇന്റർവ്യൂ കണ്ട ഒരാളെങ്കിലും നിങ്ങളെപ്പോലെ ആവരുതെന്ന് തീരുമാനിച്ചാ അതൊരു നേട്ടല്ലേ ആമോസ്? മിസ് മേരി. നിങ്ങളൊരു വിഡ്ഢിയാണോ? നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ കണ്ട് ആരെങ്കിലും നന്നാകാനോ നിശ്ചയിക്കപ്പെട്ട പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്നോ വിചാരിക്കുന്നത് മണ്ടത്തരമല്ലേ കുട്ടി? വെൽക്കം ഹോം. ഇയാളെന്തേ കാണിക്കുന്നത്? ജോൺ, ഇവിടെ ലൈറ്റ് ഒന്നുമില്ലേ? എടോ ചോദിച്ചായിട്ടില്ലേ? എടോ അതെന്തിനാ ഇവിടെ കിടന്ന് ഒച്ച വയ്ക്കുന്നേ? ഇരുട്ട് പേടിയല്ലേ? പച്ചു പിള്ളേരെ പോലെ. എൻ്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ല. ജോൺ